ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മേഖലയിൽ മൂന്നാം ദിനവും രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുകയാണ്. ആർമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കൂടുതൽ യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ എത്തിച്ച് അതിവേഗത്തിൽ തിരച്ചിൽ നടത്താൻ സാധിച്ചേക്കും. പഴയ പാലത്തിലൂടെ എന്തൊക്കെ വാഹനങ്ങൾ കടന്നുപോയോ അതൊക്കെയും പുതിയ പാലത്തിലൂടെയും എത്തിക്കാൻ സാധിക്കും. തിരച്ചിലിനായി ആർമിക്ക് പ്രത്യേക സജ്ജീകരണങ്ങളുമുണ്ട്. എന്നാൽ പാലമില്ലാത്ത സാഹചര്യത്തിൽ അതൊന്നും അപ്പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. പാലം വരുന്നതോടെ എല്ലാ സജ്ജീകരണങ്ങളും മുണ്ടക്കൈ ചുരൽമല ഭാഗത്ത് എത്തിക്കുമെന്നാണ് മേജർ ജനറൽ VL മാത്യു പറഞ്ഞത്. സർക്കാർ പുതിയ പാലം നിർമ്മിക്കുന്നതുവരെ ബെയിലി പാലം ഇവിടെ തന്നെയുണ്ടാകും. 6 ടീമുകളായി 500ഓളം സേനാംഗങ്ങൾ പല ഭാഗങ്ങളിലായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും കൈകൊണ്ടും മറ്റുമുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നത്. പാലം നിർമ്മിച്ചതിനു ശേഷം കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിക്കും. ഈയിടെയായി നടന്ന ഏറ്റവും ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ദുരന്തം സമീപകാലത്ത് ആദ്യമാണ്. കാലാവസ്ഥ മാറി മാറി വരുന്നു. ഇന്ന് മഴയ്ക്ക് നേരിയ ശമനമുള്ളത് ആശ്വാസമാണ്. രാത്രിയിലെ രക്ഷാപ്രവർത്തനം വലിയ പാടായിരുന്നു. ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യും. അവസാനത്തെ ആളെയും പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ആർമിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതേസമയം ഇന്ന് മുണ്ടക്കൈയിൽ തിരച്ചിൽ തുടരുന്നതിനിടെ 4 മൃതദേഹങ്ങൾ കണ്ടെത്തി. 1100 അംഗങ്ങളുള്ള സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. മൃതദേഹങ്ങൾ കണ്ടെത്താൻ കടാവർ നായകളെയും ദുരന്ത മേഖലയിൽ എത്തിച്ചിട്ടുണ്ട്. പോലീസിന്റെ K9 ടീമും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. ദുരന്ത മേഖലയിൽ ഐബോർഡ് ഡ്രോൺ പരിശോധന നാളെ മുതൽ നടക്കും. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനും സംഘവും വയനാട്ടിലെത്തി തിരച്ചിൽ നടത്തും. വയനാട് ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാണെന്നാണ് റവന്യൂ മന്ത്രി K രാജൻ അറിയിച്ചത്. തിരച്ചിൽ പൂർണ്ണമായി യന്ത്രസഹായത്തോടെയാണ് നടക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രക്ഷാദൌത്യം അവസാനിപ്പിക്കുന്നതുവരെ 4 മന്ത്രിമാരും വയനാട്ടിൽ തുടരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. K രാജൻ, PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, OR കേളു എന്നിവരോടാണ് പ്രദേശത്ത് ക്യാമ്പ് ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. മന്ത്രിമാരുടെ യോഗത്തിലാണ് നിർണായക തീരുമാനം കൈക്കൊണ്ടത്. രക്ഷാപ്രവർത്തനത്തിന് രാജ്യത്ത് ലഭ്യമായ എല്ലാ സംവിധാനവും ഒരുക്കാനും മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. തിരച്ചിൽ ശാസ്ത്രീയമായി തുടരാൻ മന്ത്രിമാരുടെ യോഗത്തിൽ തീരുമാനമായി. ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്തഭൂമി സന്ദർശിക്കും. ബെയിലി പാല നിർമ്മാണം നേരിട്ട് വിലയിരുത്തുകയും സൈന്യത്തെ നേരിൽ കാണുകയും ചെയ്യും. അതേസമയം ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 287 ഉയർന്നു. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവർ ഏറെയാണ്. ആദ്യ ദിനം മോശം കാലാവസ്ഥ മൂലം താൽക്കാലികമായി നിർത്തിവെച്ച രക്ഷാദൌത്യം അതിരാവിലെ തന്നെ ആരംഭിച്ചിരുന്നു.